അവിടെ ഒരു താപസനെ പോലെ ഇരിക്കുകയാണ്. സുഗ്രീവൻ ബാക്കിയുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി. ബാക്കിയുള്ളവർ ഓരോ സ്ഥലത്ത് പോയെങ്കിലും ഹനുമാൻ ഉൾപ്പെടുന്ന സംഘത്തിനെ കുറിച്ച് പറഞ്ഞു. അവർ വളരെ ദൂരം യാത്ര ചെയ്തു. വനങ്ങളും പർവ്വതങ്ങളും ഒക്കെ കടന്ന് യാത്ര ചെയ്ത് ഇതിനിടയ്ക്ക് ഏതോ ഒരു വലിയ അസുരനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ രാവണനാന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും അടിച്ചു കൊല്ലുന്നുണ്ട്. എല്ലാവരും കൂടെ പോയി മുകളിലൊക്കെ വീണ് കടിച്ചു നിറച്ച് മാന്തി അടിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അത് രാവണനല്ലെന്ന് മനസ്സിലായി. അങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു യോഗിനിയുടെ ഇവർ വളരെ ക്ഷീണിതരായി വിഷമിച്ച് ആഹാരം കഴിക്കാനില്ലാതൊക്കെ നിന്ന സമയത്ത് ഒരു യോഗിനിയുടെ ഒരു സ്ഥലത്ത് ചെല്ലുന്നതായിട്ടും അവിടെ ഒരു പൂന്തോട്ടം കണ്ട് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഒരു യോഗിനി ഇവർക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുത്തു. ഇവിടുന്ന് കുറെ കൂടെ ദൂരം ചെന്നാൽ സമുദ്രതീരമുണ്ട്, സമുദ്രതീരത്തുനിന്ന് പോയാൽ ഈ രാവണന്റെ സ്ഥലം കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് സ്വസ്ഥമായി വീണ്ടും അതിന് പുറത്ത് കിടക്കാൻ ഈ യോഗിനി അവരെ സഹായിച്ചു എന്നാണ്. അങ്ങനെ അവരതിന് പുറത്ത് കിടന്നു. അവർ ഇത് പറഞ്ഞതിന് ശേഷം അവർ സുധാമത്തിലേക്ക് പോയതായിട്ടൊക്കെ പറയുന്നുണ്ട്. പുറത്ത് കിടന്നു, വളരെ ദൂരം സഞ്ചരിച്ച് സമുദ്ര തീരത്തെത്തി. എത്തിയപ്പോഴത്തേക്ക് അവർ വീണ്ടും വിശന്ന് വലഞ്ഞു. ഇനി എന്താണ് വഴി? ഇപ്പോൾ സമുദ്ര തീരത്തെത്തി, ഇനി എങ്ങനെയാണ് രാവണനെ കണ്ടുപിടിക്കുക, എന്താണ് ഇതിനൊരു വഴി എന്ന് അറിയില്ല. ഒടുവിൽ അവർ സമീപത്ത് കണ്ടൊരു ഗുഹയിൽ ചെന്നിരുന്നു. വെറും ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ, കഴിക്കാൻ കൂടെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഒരു പക്ഷിയുടെ വലിയ അലർച്ച കേട്ടു. അപ്പോൾ പക്ഷി നമ്മൾ മുമ്പ് കണ്ട സമ്പാദി ചിറക് എരിഞ്ഞു വീണ ജടായുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി ചിറക് എരിഞ്ഞു വീണ സമ്പാദി ആ ഗുഹയിലാണ് വസിക്കുന്നത്. സമ്പാദിക്ക് കൂടുതൽ ദൂരം പറക്കാനൊന്നും പറ്റത്തില്ല. അവിടെ വന്നു കൂടുന്നതിനെ പിടിച്ചു നിന്ന് ആണ് ജീവിക്കുന്നത്. അപ്പോൾ അന്ന് നോക്കിയപ്പം 6-7 ബലിഷ്ഠരായ വാനരന്മാർ കുറേ ദിവസത്തേക്കുള്ള ഭക്ഷണമായെന്നും പറഞ്ഞ് ഇവരെ കൊല്ലാമെന്നും പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ അംഗദൻ, നളൻ, നീലൻ തുടങ്ങിയവർ പറഞ്ഞു, എന്തു ചെയ്യാനാണ്, നമ്മളുടെ അന്ത്യം ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ തിരിച്ച് പോകേണ്ട സമയമായി. പക്ഷേ സീതാന്വേഷണം പൂർത്തിയാക്കാതെ അവിടെ ചെന്നാലും മരണം ഉറപ്പാണ്. പിന്നെ ഈ പക്ഷിയുടെ ഭക്ഷണമെങ്കിലും ആവുന്നതെന്നല്ലേ. പിന്നെ ഒന്നുമില്ലെങ്കിലും ജടായു എന്ന് പറയുന്ന ഒരു പക്ഷി ശ്രീരാമനാൽ മോക്ഷം കിട്ടിയെന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരു പക്ഷിയല്ലേ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഇദ്ദേഹം ഈ ജടായു എന്നാരാ പറഞ്ഞെന്ന് ചോദിച്ചു. സമ്പാദി ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങളാണ് പറഞ്ഞു. അപ്പോൾ ജടായുവിനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ജടായു ഇങ്ങനെ ശ്രീരാമൻ്റെ അടുത്ത് വസിച്ചിരുന്നതായിട്ടും ശ്രീരാമനാൽ മോക്ഷം കിട്ടിയതുമായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ കരച്ചിൽ തുടങ്ങി. എൻ്റെ അനുജനാണ്, ഞങ്ങളിങ്ങനെ ഉയർന്നു പറഞ്ഞപ്പോൾ താഴെ വീണ കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞത് സന്തോഷം, ശ്രീരാമനാൽ മോക്ഷം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പൊക്കിയെടുത്ത് ഈ സമുദ്രതീരത്ത് കൊണ്ടുപോകണം, എന്നിട്ട് എനിക്ക് അനുജന് വേണ്ടിയിട്ട് തർപ്പണം ചെയ്യണം, ബലി തർപ്പണം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഈ പക്ഷിയെ സമ്പാദിയെ പൊക്കിക്കൊണ്ടുപോയി സമുദ്രതീരത്ത് കൊണ്ടുപോയി തർപ്പണമൊക്കെ ചെയ്യിച്ചു. സമ്പാദിയാണ് പിന്നീട് ഇവർക്ക് ലങ്കയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കൊടുക്കുന്നത്. ഇവിടെ നിന്ന് 100 യോജന അപ്പുറത്താണ് ലങ്ക. ലങ്കയിലെ രാജാവാണ് രാവണൻ. അവിടെയാണ് സീതയുള്ള ഇദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട്, മനഃശക്തി കൊണ്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് സമ്പാദി സുധാമപ്രാപ്തിയായെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ഇവർ സമുദ്രതീരത്തിരിക്കുകയാണ്. ഇനി എന്താണ് വഴി? സംഭവം ഇത് 100 യോജന അപ്പുറത്ത് ആരുണ്ട്, ആളുണ്ടെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് കാണണം, മുദ്രം കൊടുക്കണം, തിരിച്ച് അവിടെ നിന്ന് കിട്ടുന്നത് മേടിച്ചൊക്കെ കൊണ്ടുപോകണം, എന്നാലേ വെച്ചു. ആ സമയത്ത് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചു എത്ര ദൂരം ചാടാൻ പറ്റും. വള്ളവും കപ്പലും ഒന്നും ഇല്ലല്ലോ, എത്ര ദൂരം ചാടാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഞാനൊരു 10 യോജന ചാടാം, അപ്പോൾ വെള്ളത്തിൽ വീഴുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ചോദിച്ചു. അങ്ങനെ നളൻ പറഞ്ഞു ഞാനൊരു 50 യോജന ചാടാം. അപ്പോൾ നീലൻ പറഞ്ഞു ഞാനൊരു 70 യോജന ചാടാം. അംഗദൻ പറഞ്ഞു ഞാൻ 100 യോജന ചാടാം, പക്ഷെ തിരിച്ചു ചാടാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യും? അവിടെ പോവുള്ളൂ, തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒടുവിൽ ജാമ്പവാനെ കുറിച്ച് പറഞ്ഞു. ജാമ്പവാൻ ആരാണെന്ന് അറിയാമോ? ജാമ്പവാൻ ഒരു കരടിയാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ഇദ്ദേഹം ഹിരണ്യകശിപുവിനെ കൊല്ലുന്ന കാലത്ത്, ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു കൊല്ലുന്ന കാലത്ത് പെരുമ്പറ കൊട്ടി ഭൂമി മുഴുവൻ കൊട്ടിക്കൊണ്ട് കിടന്ന് ആഘോഷിച്ച ആളാണ്. ചിരഞ്ജീവിയാണ്, എല്ലാ കാലത്തും ഉണ്ടാവും. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം രാമരാവണ യുദ്ധം വരുമെന്നറിഞ്ഞ് ഈ കിഷ്കിന്ധയിൽ ഇവരോട് കൂടി ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയേക്ക്. ഇദ്ദേഹത്തെ പിന്നീട് മഹാഭാരത യുദ്ധത്തിലും കാണാം. മഹാഭാരത യുദ്ധത്തിലല്ല, ശ്രീകൃഷ്ണന്റെ സമയത്ത് കാണാം. ജാമ്പവാന്റെ ശ്രീകൃഷ്ണന്റെ ഭാര്യയായ ജാമ്പവതി. ഇദ്ദേഹം ചിരഞ്ജീവിയാണ്. അപ്പോഴത്തേക്ക് വയസ്സായി.
അതെ, സത്യ ജാമ്പവാന്റെ പുത്രിയാണ് ജാമ്പവതി. സത്യഭാമ വേറെയാണ്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഈ സമയത്ത് നല്ല ആരോഗ്യവാനാണ് ജാമ്പവാൻ. അപ്പൊ ജാമ്പവാൻ ഹനുമാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇവരൊന്നും പറയുന്നവരല്ല, നിനക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഹനുമാൻ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ പറ്റാനാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ കുട്ടിക്കാലത്ത് ചെറുതായിരിക്കുമ്പോൾ നീ സൂര്യന്റെ അടുത്ത് വരെ ചാടിയാണ്. അത് 500 യോജനയുണ്ട്, അത്രയും ചാടിയാളാണ്. നീ ഇപ്പൊ ചാടിയ ലങ്കയുടെ അപ്പുറം പോയി ചാടും, അത്രയ്ക്ക് ദൂരം നിനക്ക് ചാടാനുള്ള കഴിവുണ്ട്. ഹനുമാൻ ഒരു കാര്യമുണ്ട്, ഓർമ്മിപ്പിച്ചാല് ശക്തിയെ കുറിച്ച് ഓർമ്മ വരും. അപ്പൊ പെട്ടെന്ന് ഹനുമാൻ ശരീരമൊക്കെ വിളർത്തി എനിക്ക് കഴിയും എന്നുള്ള സംഭവം വന്നു. ജാമ്പവാന്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് പറഞ്ഞ് ശരിയാണ്, ശ്രീരാമന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശ്രീരാമൻ എൻ്റെ കയ്യിലാണല്ലോ മുദ്രാമോതിരം തന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹനുമാൻ ലങ്കയിലെത്തിച്ചാണ്. അപ്പോൾ ഈ 100 യോജന എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ കിലോമീറ്റർ കണക്ക് വെച്ചിട്ട് അല്ല, അന്ന് കിലോമീറ്ററും സെന്റിമീറ്ററും മീറ്ററും ഒന്നും ഇല്ല. അന്നത്തെ കണക്കാണ് യോജന, പ്രകാശവർഷം പോലെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വർഷം പോലെ കണ്ടുപിടിച്ചത്. പക്ഷെ ഈ 100 യോജനയെ ആധുനിക കാലത്ത് ശ്രീലങ്കയിലേക്കുള്ള അകലം ഇപ്പോഴത്തെ സയന്റിഫിക് കണക്ക് വെച്ചിട്ട് കണക്ക് കൂട്ടിയപ്പോൾ കൃത്യമായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ ഈ സൂര്യനിലേക്കുള്ള അകലവും ഭൂമിയിലെ ചുറ്റളവും ഒക്കെ അന്ന് യോജനയിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് കറക്റ്റായിരുന്നു, കണക്ക് കറക്റ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഹനുമാൻ ഇവിടെ നിന്ന് ചാടുകയാണ്. അപ്പോൾ ഈ സമയത്ത് മന്ദരം എന്ന് പറയുന്ന ഒരു പർവ്വതം അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നിട്ട് ഈ ഹനുമാനോട് അല്പനേരം വിശ്രമിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് ഒരു നിഴൽ യക്ഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹനുമാന്റെ നിഴലെ പിടിച്ച് വലിച്ചിട്ട് മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിച്ചു പിടിക്കുന്നുണ്ട്. ഇതിന് തിരിച്ചൊരു അടി കൊടുത്ത് കൊന്ന് ഹനുമാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സുരസ എന്ന് പറയുന്ന ഒരു നാഗ മാതാവാണ്, അവര് വരുന്നുണ്ട്. അവര് ഹനുമാനെ പരീക്ഷിക്കാൻ വരുന്നതാണ്. അപ്പോൾ സുരസ പറഞ്ഞു, ഇതിലേ പോകുന്നവരെ ഭക്ഷിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങേ ഭക്ഷിക്കാൻ നിവർത്തില്ല. പറഞ്ഞു, ഞാൻ സീതയെ അന്വേഷിച്ചിട്ട് പോകണം, തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ഭക്ഷണം ആയിക്കോളാം. പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഹനുമാൻ പറഞ്ഞു, ശരി എന്ന് ഭക്ഷിച്ചോളാൻ പറഞ്ഞു. ഹനുമാൻ വലുതായി, സുരസ വീണ്ടും വലുതായി. അങ്ങനെ ഹനുമാൻ ഒരുപാട് വലുതായി, വീണ്ടും വലുതായി. ഒടുവിൽ ഏറ്റവും വലുതായപ്പോൾ ഹനുമാൻ പെട്ടെന്ന് ചെറുതായിട്ട് വായിക്കൂടെ കയറി ചെവി കൂടെ ഇറങ്ങി. അപ്പോൾ സുരസയ്ക്ക് ഹനുമാനോട് പറഞ്ഞു, അങ്ങേ പരീക്ഷിക്കാൻ വന്നതാണ്, അങ്ങേക്ക് ലങ്കയിൽ എത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുരസയെ നമസ്കരിച്ച് ഹനുമാൻ ലങ്കയിലെത്താണ്. അപ്പോൾ ലങ്കയിലെത്തി ലങ്കയിൽ കാലുകുത്തി വാതുക്കൽ ചെന്നപ്പോൾ അവിടെ ഒരു അംഗരക്ഷക അല്ലെങ്കിൽ രാജ്യരക്ഷകയുണ്ട്, ലങ്കാലക്ഷ്മി. ഈ വാനര രാമസേതുവിന്റെ അതൊക്കെ പിന്നീടാണ്, അതൊക്കെ ശ്രീരാമ വരുന്ന സമയത്താണ്. ഇതിൽ ഹനുമാൻ മാത്രമേ പോകും. അങ്ങനെ ലങ്കയ്ക്ക് രക്ഷയായിട്ടുള്ള ലങ്കാലക്ഷ്മി, നമുക്ക് എല്ലാവർക്കും വീടിന് ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ലങ്കയുടെ ഐശ്വര്യമായിട്ടുള്ള ലങ്കാലക്ഷ്മി അവർ വാതുക്ക നിൽപ്പുണ്ട്. അപ്പോൾ ഹനുമാൻ ചെന്നപ്പോൾ പറഞ്ഞു, എന്താണ് അങ്ങ് വരാൻ കാരണം? ആരെങ്കിലും അനുവാദം ചോദിച്ചിട്ടോ രാവണനോട് ചോദിച്ചിട്ടോ വന്നു? അപ്പോൾ അല്ല, രാവണനെ കാണാനാണ് വന്നത്. അപ്പോൾ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ലങ്കാലക്ഷ്മിക്ക് അപ്പം തന്നെ ഒരു അടി കൊടുത്തെന്ന് പറഞ്ഞു. ബോധം കെട്ട് വീണു. ഉണർന്നപ്പോൾ ലങ്കാലക്ഷ്മിക്ക് ഒരു ശാപം കിട്ടിയാണ് അവിടെ വന്നത്. ഹനുമാൻ്റെ ഇങ്ങനെ ഒരു അടി കൊള്ളുമ്പം ശാപമോക്ഷം കിട്ടുമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ലങ്കാലക്ഷ്മി തിരിച്ചു പോകുന്നു. അതോടെ ലങ്കയുടെ കഷ്ടകാലം തുടങ്ങിയതാണ്. അങ്ങനെ നേരെ ചെല്ലുന്നു, മുഴുവൻ കൊട്ടാരങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ലങ്കയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നടന്നു. സീത എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ വല്ല കൊട്ടാരങ്ങളൊക്കെ കണ്ടു, മുഴുവൻ സ്ഥലങ്ങളും കറങ്ങിയൊക്കെ കണ്ടിട്ട് ഒടുവിൽ സീതയെ എവിടെയും കണ്ടില്ല, ഒരു കൊട്ടാരത്തിലും കണ്ടില്ല. രാവണന്റെ കൊട്ടാരം, വിഭീഷണന്റെ കൊട്ടാരം, കുംഭകർണന്റെ കൊട്ടാരം, അങ്ങനെ എല്ലാം നടന്നു, മുഴുവൻ കണ്ടു. ഒടുവിൽ ഒരു ചെറിയ വനം, അശോക മരത്തിന്റെ ചുവട്ടിൽ ഒരു ഉദ്യാനത്തിൽ, ശിംശിവം എന്ന് പറഞ്ഞ അശോകം തന്നെയാണ്, ഒരു ഉദ്യാനത്തിൽ ഏകയായിട്ട് സീതയിരിക്കുന്നു. മുഖമൊക്കെ അമർത്തി, മുഖം ഇങ്ങനെ കാലുകൊണ്ട് മുഖം അമർത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ കണ്ടു. വളരെ ദയനീയമായിട്ട് ശ്രീരാമ രാമ രാമ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയാണ്. അപ്പം അവിടെ കുറേ അംഗരക്ഷകരായിട്ട് കുറേ ഇവരുടെ രാക്ഷസ സ്ത്രീകളൊക്കെ ഉണ്ട്. അതിൽ ത്രിജട എന്ന് പറയുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സീതയോട് വളരെ ക്രൂരമായി പെരുമാറുന്നുണ്ടെന്നാണ് പറയുന്നത്. ഭക്ഷണം കൊടുത്താൽ സീത കഴിക്കില്ല. അപ്പോൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി, നിനക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ക്രൂരവചനങ്ങളൊക്കെ പറഞ്ഞ് അവർ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് പറയും. അങ്ങനെ എന്നിട്ട് ഇവർ പോകും. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മുകളിൽ ഇരുന്നു കൊണ്ട് ഹനുമാൻ ഈ മരത്തിലിരുന്നു കൊണ്ട് സീതയോട് ശ്രീരാമൻ്റെ കഥ പറയുന്നു. ഇത് ആരാണ് എൻ്റെ സ്വാമിയുടെ കഥ പറയുന്നത്, വനവാസത്തിന് പോയ കാര്യമൊക്കെ പറയുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹനുമാൻ പറയുന്നു, ഞാനാണ്, രാമൻ്റെ ദാസനാണ്,
എന്ന് പറഞ്ഞ് സുഗ്രീവൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ സീത പറയുന്നു, അങ്ങേ എനിക്കിങ്ങനെ വിശ്വസിക്കാം, രാവണൻ വലിയ കള്ളനാണ്, മായാവിയാണ്, രാവണൻ അടുത്തൊരു രൂപത്തിൽ വന്നതാണോ എന്ന് പറയുന്നു. ഈ സമയത്ത് രാവണൻ്റെ വരവ് ഇതിനു മുമ്പ് കാണുന്നുണ്ട്. രാവണൻ സീതയോട് വന്നിട്ട്, ഭഗവതി അങ്ങ് ലങ്കയുടെ ലക്ഷ്മിയായിട്ട്, ലങ്കയുടെ ശ്രീയായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്, എൻ്റെ ഭാര്യയാവണം എന്ന് പറയുമ്പോൾ സീത, എൻ്റെ ഒരു രോമത്തിന് പോലും വിലയില്ലാത്തവനാണ് നീ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു. ശ്രീരാമൻ്റെ മുന്നിൽ അങ്ങ് വെറും തൃണസമാനനാണ്, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ സ്വാമി എന്ന് തിരക്കി വരും, അന്ന് നിൻ്റെ കാലം തീരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം വാളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ത്രിജടയാണ് സമാധാനിപ്പിക്കുന്നത്, സ്ത്രീയെ കൊല്ലാൻ പാടില്ല, അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയാണ്. എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവളെ അനുനയിപ്പിച്ച് എൻ്റെ പട്ടമഹിഷിയാക്കണം. അപ്പോൾ നമുക്ക് ചോദ്യം വരും, രാവണൻ എങ്ങനെ അനുനയിപ്പിക്കേണ്ട കാര്യമുണ്ടോ രാവണൻ? പക്ഷേ രാവണന് ഒരു ശാപം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. അത് നമുക്ക് രാവണനെ കുറിച്ച് പറയുമ്പോൾ പറയാം. അങ്ങനെ സീത വളരെ കഷ്ടത അനുഭവിക്കുന്നത് ഹനുമാൻ കണ്ടു. അങ്ങനെ സീതയോട് ഈ അടയാളവാക്യവും മുദ്രാമോതിരവും ഒക്കെ കാണിച്ച് താൻ രാമൻ്റെ തന്നെ ആശ്രിതനാണെന്ന് ബോധ്യപ്പെടുകയും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഭഗവതി വിഷമിക്കേണ്ട, ശ്രീരാമനെ സഹായിക്കാൻ സുഗ്രീവൻ ഏറ്റിട്ടുണ്ട്, ഞാൻ തിരിച്ചു പോയാൽ ഉടൻ തന്നെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ചു. എന്നിട്ട് രാവണന് ഒരു ദൂത് കൊടുക്കണമല്ലോ എന്നുള്ള അർത്ഥത്തിൽ തിരിച്ചവിടുന്ന് ആ അശോകവനി ഒഴിച്ച് ബാക്കിയുള്ളിടത്ത ഉദ്യാനങ്ങളെല്ലാം അടിച്ച് തവിട് പൊടിയാക്കി. അപ്പോൾ രാക്ഷസന്മാരെ നോക്കി ഒരു കുരങ്ങ വന്ന് എന്തൊക്കെയോ വേല കാണിക്കുന്നു, ഇവരൊക്കെ കൂടെ ആക്രമിക്കാൻ വന്നു. പക്ഷെ ഇവരെ എല്ലാം ഈ മരം കൊണ്ടുമൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ വളരെ ആളുകൾ അവിടെ രാക്ഷസന്മാർ മരിച്ചു. ഇത് കൊട്ടാരത്തിൽ അറിഞ്ഞു. രാവണന്റെ പുത്രനായ അക്ഷകുമാരൻ ഈ ഹനുമാനെ പിന്നെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നു. അക്ഷകുമാരൻ മറ്റ് കൂട്ടാളികളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവരെല്ലാവരെയും കൊന്ന് അക്ഷകുമാരനെയും കൈ അടിച്ചു കൊന്നു എന്ന് പറയും. അക്ഷകുമാരനും കൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ രാവണൻ പെട്ടെന്ന് ദേഷ്യം വന്നു. രാവണൻ ചോദിച്ചു, മകനെ കൊല്ലുക എന്ന് പറഞ്ഞത് രാവണന് പെട്ടെന്ന് ഏറ്റവും ഒരു വലിയ ആഘാതമായി. രാവണൻ ഉടനെ അവിടുന്ന് പുറപ്പെട്ടു വന്നു. അപ്പം ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മറ്റൊരു പുത്രനുണ്ട്. അദ്ദേഹം അജയ്യനായ ആളാണ്, യാഗവലമൊക്കെ ഉള്ള ആളാണ്. ഇന്ദ്രജിത്ത് പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങ് പോകണ്ട, ഞാനുണ്ട്, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഈ സമയം കൊണ്ട് ഹനുമാൻ പിന്നെയും ഒരുപാട് ലങ്കയിലെ ഇതൊക്കെ കെട്ടിടങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇന്ദ്രജിത്ത് വന്നു. ഇന്ദ്രജിത്തും ഹനുമാനുമായിട്ട് വലിയ യുദ്ധം നടന്നു. ഏറ്റവും ഒടുവിൽ നിവൃത്തിയില്ലാതെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിക്കുകയാണ്. ബ്രഹ്മാസ്ത്രം ഹനുമാനെ ഏക്കില്ല, പക്ഷെ ഹനുമാൻ അതിനെ വണങ്ങി, അതിന് അധീനനായിരുന്നു. കാരണം രാവണനെ കാണാൻ പോകണമല്ലോ. അങ്ങനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിതനായെന്നറിഞ്ഞ് ഈ ധാരാളം അസുരന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ ചുമന്ന് ഒരു വണ്ടി ഇത് തേര് പോലൊക്കെ കയറ്റി രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാൾ ഉണ്ടാക്കിയ നഷ്ടങ്ങളെ കുറിച്ചൊക്കെ അവിടെ ആര് പറയുന്നു? ഇന്ദ്രജിത്തും ഇവരൊക്കെ ഇവിടെ രാക്ഷസന്മാരെല്ലാം അവിടെ പറയുന്നു. അങ്ങനെ വെറും ഒരു കുരങ്ങനൊന്നുമല്ല, ഇയാൾ അവിടെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ രാവണൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം പറയും, ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണെന്ന് പറയും. ആ ശ്രീരാമൻ ദശരഥനന്ദനായ ശ്രീരാമൻ്റെ ദൂതനാണ്. ശ്രീരാമൻ്റെ പത്നി അങ്ങ് മോഷ്ടിച്ചുകൊണ്ട് വന്നു. ശ്രീരാമൻ സീതയെ അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട്. അത് ശ്രീരാമൻ്റെ ദൂതനായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്കങ്ങ് ഉചിതമായ സ്ഥലം നൽകി ആദരിക്കണം, എന്നിട്ട് നമുക്ക് ദൂത് പറയാം, അല്ലെങ്കിൽ വേണ്ടുന്നത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവണൻ പറഞ്ഞു, കുരങ്ങൻ എപ്പോഴും താഴെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ശ്രീരാമനൊക്കെ വെറും മനുഷ്യനാണ്, എനിക്ക് പുല്ലാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വാല് കൊണ്ട് ചുരുട്ടി രാവണനെക്കാളും മുകളിൽ ആസനം ഉണ്ടാക്കി അതിലിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നേർക്കെതിരെ സംസാരിക്കുകയാണ്. ഒന്നുകിൽ അങ്ങ് സീതയെ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ത്രിവിക്രമനാണ്, എന്നെ ആരും തോൽപ്പിക്കാനില്ല, അതുകൊണ്ട് നിന്നെ പോലും ഞാൻ വെറുതെ വിടില്ല, നീ ചാവാതെ ഇവിടുന്ന് പോയില്ല എന്ന്. അപ്പോൾ വിഭീഷണൻ എന്ന് പറയുന്ന രാവണന്റെ സഹോദരൻ ഇടപെട്ടു, ദൂതനെ കൊല്ലാൻ പാടില്ല എന്നും അത് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നും, അതുകൊണ്ട് വിഷ്ണു ഭക്തൻ. അപ്പോൾ വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം മാത്രമല്ല, ഈ ദൂതനെ കൊന്നാൽ ദൂതനിവിടെ വന്ന കാര്യവും നമ്മൾ പറഞ്ഞതൊക്കെ രാമൻ അറിയത്തുമില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അംഗഭംഗം വരുത്തി വേണമെങ്കിൽ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വാനരന്മാർക്ക് വാലിലാണ് ശൗര്യം, അതുകൊണ്ട് വാല് കത്തിച്ച് കളയാം. അങ്ങനെ ശരി, വാല് കത്തിക്കാനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. തുണികളൊക്കെ കൊണ്ടുവന്നു, എണ്ണയൊക്കെ മുക്കി, അവിടുത്തെ മുഴുവൻ തുണികൾ എടുത്തിട്ടും വാല് പിന്നെയും ബാക്കിയാ. മുഴുവൻ ഇനി ആരുടെ ഇല്ല, എല്ലാവരുടെയും അവിടെ നിന്നവരുടെ ഒക്കെ മുണ്ടും ഒക്കെ എടുത്ത് ചുറ്റിയെന്നാ പറയുന്നത്. എന്നിട്ടും പിന്നെയും
വാല് ബാക്കിയാണ്. ഒരിക്കലും അത് പൂർണ്ണമായിട്ടും ചുറ്റാൻ പറ്റില്ല. എണ്ണയും എടുത്ത് തീർത്തു, ഇനി എണ്ണയും ബാക്കിയില്ല. ഒടുവിൽ ഉള്ളത് വെച്ച് കത്തിക്കാനായിട്ട് എന്ത് ചെയ്തു? ഏർപ്പാട്. ഇതാണ് നമ്മുടെ പൂജാ സ്റ്റോർ ഉടമ. അച്ഛനുണ്ടോ? ഒടുവില് ചെയ്തത് മതി, ഇനി കത്തിച്ചേക്കൂ എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് വാലില് തീ കൊടുക്കുകയാണ്. തീ പിടിച്ച ഉടനെ ഹനുമാൻ ഈ വാലുമായിട്ട് നടന്നു അവിടെ എല്ലാം തീ പിടിപ്പിച്ചു. മുഴുവൻ സ്ഥലവും കത്തിച്ചു. പരമാവധി കഴിയുന്നിടത്തെല്ലാം. വിഭീഷണന്റെ കൊട്ടാരം മാത്രം വെറുതെ വിട്ടു എന്ന് പറയും. അങ്ങനെ ലങ്ക വളരെ ആളിക്കത്തിയതാണ്. പരമാവധി നാശം വിതച്ചിട്ട് സമുദ്രത്തിൽ മുങ്ങി ഈ തീ അണച്ചിട്ട് വീണ്ടും സീതാദേവി എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഭവതി എൻ്റെ തൊഴിൽ കയറിയാൽ ഞാൻ ഇപ്പം തന്നെ ശ്രീരാമൻ്റെ അടുത്ത് എത്തിക്കാമെന്ന്. അപ്പോൾ സീത പറയുന്നുണ്ട്, അത് നല്ലതല്ല, ശ്രീരാമന് കളങ്കമാകും. എന്നെ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്. ശ്രീരാമൻ തന്നെ വന്ന് രാവണനെ ഇല്ലാതാക്കി എന്നെ തിരികെ കൊണ്ടുപോകണം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹനുമാനെ യാത്ര അയക്കുകയാണ്. ഹനുമാൻ തിരിച്ചു വന്ന് സീതയിൽ നിന്ന് വീണ്ടും ഒരു അടയാളം അല്ലെങ്കിൽ ഒരു മോതിരം വാങ്ങുന്നുണ്ട്. അത് വാങ്ങി തിരിച്ചു ചാടി ജാമ്പവാനോടും അംഗദനോടും നളനോടും നീലനോടും ഒപ്പം ശ്രീരാമൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം തിരിച്ചു വരവിൽ വലിയ ആഹ്ലാദമുണ്ട്. കാരണം അങ്ങോട്ട് പോകുന്ന വിഷമിച്ചാണെങ്കിലും കഷ്ടപ്പെടാനും തിരിച്ചു വലിയ കണ്ടു എന്നുള്ള സന്തോഷത്തിൽ വലിയ ആഹ്ലാദത്തോടെയാണ് ഇവർ വരുന്നത്. ഇവരെ വിരക്കം എത്രയോ ദൂരം നിന്ന് കിഷ്കിന്ധയിൽ ഇവർ കണ്ടു എന്ന് പറയാം. രാമൻ സ്നേഹത്തോടെ ഹനുമാനെ ചേർത്ത് പിടിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ സീതാന്വേഷണത്തിന് പുറപ്പെടുകയാണ്. ഈ 10,000-കണക്കിന് വാനരന്മാരെ എല്ലാ സ്ഥലത്തേക്കും ആളെ വെട്ടി വാനരന്മാരെയൊക്കെ വിളിച്ചു എന്ന് പറയും. ഇവരോടൊപ്പം ഈ മരത്തിലൂടെയും നടന്നും ഒക്കെ ആയിട്ട് എന്തോ ഒരു വലിയ ഈ പറയുന്ന നമ്മൾ ജലം ഒഴുകി വരുമ്പോൾ വലിയ ഇതുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ എന്തോ വലിയ സംഭവം വരുന്ന പോലെ അതൊന്നും കാട്ടിക്കൂടൊക്കെ ഇത് വരുമ്പം മുകളിൽ നിന്ന് നോക്കിയാൽ അത്ര വലിയൊരു ആരവമാണെന്ന് പറയും. ഇങ്ങനെ വന്ന് ഇവരും ഈ സമുദ്ര തീരത്തെത്തുകയും അപ്പോൾ അവിടുന്ന് അക്കരയ്ക്ക് പോകാനുള്ള വഴി തിരക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശ്രീരാമൻ 3 ദിവസം ഇരുന്ന് സമുദ്രത്തിൻ്റെ ദേവനായ വരുണൻ പ്രാർത്ഥിച്ചെന്ന് ഈ വഴി കിട്ടാൻ വേണ്ടിയിട്ട്. സമുദ്രം അനങ്ങിയില്ല. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ശ്രീരാമൻ വില്ലെടുത്തു. ഇപ്പം സമുദ്രത്തെ വറ്റിച്ച് കളയുമെന്നും പറഞ്ഞിട്ട് വില്ലെടുത്തു. ഈ സമയത്ത് വരുണൻ പെട്ടെന്ന് പേടിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും. എന്നിട്ട് എന്താണ് വേണ്ടത് എനിക്ക് ചെയ്തു തരാമെന്ന് പറയും. ഈ സമയത്ത് എനിക്ക് അക്കരയ്ക്ക് പോകാനായിട്ടുള്ള ചിറകെട്ടാനുള്ള അനുവാദം തരണമെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു അത് താങ്ങി നിർത്താൻ സമുദ്രദേവനായി ഞാൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ പറയുന്ന ചിറകെട്ടാനായിട്ടുള്ള ശ്രമം. ഇവിടെ വാനരന്മാർ വലിയ ദൂരത്തുനിന്ന് വലിയ പാറക്കല്ലുകളും ഒക്കെ കൊണ്ടുവന്ന് നിരത്തി ഓരോ ദിവസം ഒരു ദിവസം ഇത്ര യോജന, ആദ്യത്തെ ദിവസം 7 യോജന എന്ന് പറയുന്നു, പിന്നെ 10 യോജന, അങ്ങനെ ലങ്കയിലേക്ക് ചിറകെട്ടുകയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു ചാരനായിട്ട് കാക്കയുടെ രൂപത്തിൽ ഒരാൾ ശ്രീരാമൻ്റെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ടിട്ട് ശ്രീരാമന് മനസ്സിലാവുന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിഭീഷണൻ വരുന്ന ഒരു കാര്യം പറയുന്നു. വിഭീഷണൻ നമ്മൾ ലങ്കയെക്കുറിച്ചും രാവണനെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. ഇവർ 3 പേരുണ്ടെങ്കിലും അതിലല്പം ശ്രേഷ്ഠതയുള്ള അല്പം ശ്രദ്ധയുള്ള ആളാണ് വിഭീഷണൻ, ഭക്തനാണ്. വിഭീഷണൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ ഹനുമാൻ ഇത്രയും നാശമൊക്കെ നടത്തി പോയിരുന്നപ്പോൾ പറഞ്ഞു, ഹനുമാൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ലങ്കയ്ക്ക് ഇത്രയും നാശം ഉണ്ടായെങ്കിൽ ശ്രീരാമനും ഇത്രയും പേരൂടെ വന്നാൽ നമ്മുടെ കുലം തന്നെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങ് ദയവായി സീതയെ തിരിച്ചു നൽകി രാമനോട് മാപ്പ് പറഞ്ഞാലോ എന്ന് പറഞ്ഞു. ഇത് രാവണൻ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിന്ന് എൻ്റെ ചോറുണ്ടിട്ട് രാമനോടാണ് കൂറെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് പൊക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ വിഭീഷണൻ അവിടെ നിന്ന് പോരുകയാണ്, വന്ന് ശ്രീരാമനെ കാണാൻ. അപ്പോൾ ഈ സമയത്ത് പലരും വിഭീഷണനെ സംശയത്തോടെ കാണുന്നുണ്ട്. ഈ ശത്രുവിൻ്റെ അനുജനാണ്, അത് ഒരുപക്ഷെ നമ്മളെ അപായപ്പെടുത്താനായിരിക്കും, ഇങ്ങനെയുള്ള വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ഇടപെട്ടിട്ട് അവിടെയും സാത്വികനായ വിഭീഷണനെ അറിയാമെന്നും അവിടെയും നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചത് വിഭീഷണനാണെന്നും വിഭീഷണൻ്റെ ഭക്തിയെ കുറച്ച് കാണണ്ടെന്നും പറഞ്ഞിട്ട് ശ്രീരാമനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിഭീഷണനുമായിട്ട് ഒരു സഖ്യം ചെയ്യാം. വിഭീഷണനെ ലങ്കയിലെ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. പകരം രാവണനെ ഇല്ലാതാക്കാനുള്ള സഹായം വിഭീഷണന് ചെയ്യാൻ പറ്റുന്നു. അതായത് അവിടെ ഉള്ള ഒരാൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, അങ്ങനെ ഒരാളെ കിട്ടിയാൽ. അതാണ്. അപ്പോൾ അങ്ങനെ വിഭീഷണൻ്റെ സഹായത്തോടുകൂടി രാവണനെ വധിക്കുവാനുള്ള കാര്യങ്ങളുണ്ട്. ഈ സമയത്താണ് കാക്കയുടെ രൂപത്തിലൊരു ചാരൻ അവിടെ വരുന്നതും ഇത് വിഭീഷണൻ മനസ്സിലാക്കുകയും ശ്രീരാമനെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഇവരതിനെ പിടിക്കുകയും. അപ്പോൾ ദൂതനാണെന്ന് പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും ചെയ്തു. ഇവരുടെ വ്യവസ്ഥകളും സൈനിക രീതികളും ഒക്കെ മനസ്സിലാക്കി അവിടെ ചെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്.
അപ്പോഴും ഈ ദൂതനെ കൊല്ലണ്ട, കുറച്ച് അംഗഭംഗമൊക്കെ വരുത്തി പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ ചെന്ന് ഈ വലിയ സൈന്യത്തെക്കുറിച്ചും മാനവ സൈന്യത്തെക്കുറിച്ചും ഒക്കെ രാവണനെ ബോധിപ്പിക്കുന്നു. ഒടുവിൽ അങ്ങനെ ദീർഘമായ പ്രയത്നം കൊണ്ട് ഒരു ചിറകെട്ടി അക്കരെ ലങ്കയിലെത്തുക. അപ്പോൾ ഈ സേതു എന്ന് പറയുന്ന ഈ ബന്ധനം പിന്നീട് അതിൻ്റെ മേളത്തെ ഒരു ഭാഗം ശ്രീരാമൻ തന്നെ വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം ഇല്ലാതാക്കിയെന്ന് പറയും. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സേതുബന്ധനത്തെക്കുറിച്ച് നാസയുടെ ഒരു ഗവേഷണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് കപ്പൽ ചാലിന് വേണ്ടിയിട്ട് ഇത് തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അതെ. അപ്പോൾ അത് പിന്നീട് അതങ്ങനെ ചെയ്യണ്ട എന്നുള്ള നിർദ്ദേശം പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെതുണ്ടായി. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെട്ടതായിരുന്നു. അപ്പം നാസയുടെ കണ്ടുപിടുത്തം ഇത് പലരും പറഞ്ഞു ഇത് പണ്ടേ ഈ മണ്ണിൽ ഇങ്ങനെ ഉണ്ടായതാണെന്നാണ്. പക്ഷെ നാസ കണ്ടുപിടിച്ചത് ഇത് കൃത്രിമമാണ്, ഇത് ആരോ ചെയ്തതാണ് എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ കാരണം ആ സമുദ്രത്തിൽ അവിടെയുള്ള കല്ലുകളല്ലത്, അങ്ങനെ കണ്ടുപിടിച്ചതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ സുനാമിയുടെ ഘോരമായ പ്രഹരം ഭാരതത്തിന് വലുതായിട്ട് ഏൽക്കാഞ്ഞത് ഈ സേതുബന്ധനം ഉണ്ടായിരുന്നുണ്ടാന്ന് പറയുന്നത്. ഇന്തോനേഷ്യക്കൊക്കെ അടിച്ചതുപോലെയുള്ള പ്രശ്നം ഭാരതത്തിന് വന്നിട്ടില്ല എന്ന് പറയും. എന്തായാലും അങ്ങനെ സേതുബന്ധനം നടത്തി ഇവരെല്ലാവരും കൂടെ അവിടെ ചെല്ലുകയാണ്. രാമനുമായിട്ടുള്ള രാവണൻ്റെ യുദ്ധത്തിനുള്ള സമയമാവുകയാണ്. അവിടെ നിന്നുകൊണ്ട് വീണ്ടും രാവണനോട് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ രാവണൻ ഒരിക്കലും അതിനൊന്നും വഴങ്ങുന്നില്ല. യുദ്ധം തന്നെയാണ് നടക്കൂ. അവിടെ വെച്ചും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, തിരിച്ചു വിട്ടാൽ ഇപ്പോൾ തന്നു വിട്ടാൽ ഞങ്ങൾ യുദ്ധം മതിയാക്കി പൊക്കോളാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അതിന് സാധ്യതയില്ല. വീണ്ടും യുദ്ധത്തിന് തന്നെ സാഹചര്യം വരികയാണ്. വളരെ ശക്തമായ യുദ്ധമാണ്. ആദ്യത്തെ പല സംഭവങ്ങളിലും രാവണനാണ് മുൻതൂക്കം. ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ബോധം കെട്ട് വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹനുമാന്റെ രക്ഷ അവിടെ കിട്ടുന്നു. ഇവർക്ക് മൃതസഞ്ജീവനി എന്ന് പറയുന്നൊരു മരുന്ന് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുപോയി പോകുന്നു. അപ്പോൾ ഈ മരുന്നിന് വേണ്ടിയിട്ട് മരുത്വാമല, അതെ, മരുന്നിന് വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് ഹനുമാൻ അവിടെ പോയി നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവിടെ ഒരു കാലകേയൻ എന്ന് പറയുന്ന ഒരാൾ ഇവരെ വഴിതെറ്റിക്കാനായിട്ടുണ്ട്. അയാൾ വഴിതെറ്റിക്കാനാണെന്ന് മനസ്സിലായിട്ട് അയാളെ ഹനുമാൻ കൊല്ലുന്നുണ്ട്. അവിടുന്ന് ഈ ഇന്നതാണെന്ന് മനസ്സിലാവാതെ അദ്ദേഹം ഈ മല തന്നെ എടുത്തുകൊണ്ട് വരുന്നു. അത് നമ്മൾ പൊതുവെ ഹനുമാനെ കാണുമ്പോൾ ഇങ്ങനെ കയ്യിൽ മലയായിട്ട് ഇതിന്റെ ഒരു ഭാഗം നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അടർന്നു വീണു എന്ന് പറഞ്ഞത്. അതിന് മരുത്വാ മല എന്ന് പേര്. അവിടെ ഒരുപാട് ശ്രേഷ്ഠരായ മുനിമാര് തപസ് ചെയ്തിരുന്നു. നാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, മായിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തപസ്സികൾ പലരുടെയും സമാധിയായിട്ട് അതുണ്ട്. എപ്പോഴെങ്കിലും അതുവഴി പോകുമ്പോൾ ഈ മരുത്വാമലയിൽ പോയാൽ വളരെ വിശേഷമാണ്. നാരായണഗുരുവിൻ്റെ ഒരുപാട് കാലം അവിടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നത്. ഇപ്പോഴും അവിടെ ഒരുപാട് പേര് ഋഷികളൊക്കെ സംഗമിക്കുന്നുണ്ട്. കുറേ പൗർണമിക്ക് വിശേഷാൽ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഈ സാധനം ഇത് കൊണ്ടുവന്നു. വൈശല്യകരണിയെന്നും സന്താനകരണിയെന്നും രണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മരുന്ന് കൊണ്ടുവന്നു. ഇതിൻ്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ ഇവർ ഉണർന്നു എന്നാണ്. ഒടുവിൽ തിരിച്ചത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞ് കൊണ്ടുവച്ചു. ഇന്ദ്രജിത്താണ് ഈ ഇവർക്ക് മോഹലാസ്യം ഉണ്ടാകുന്ന രീതിയിലുള്ള അസ്ത്രപ്രയോഗമൊക്കെ നടത്തിയത്. ഇന്ദ്രജിത്ത് വിശേഷമായിട്ട് ചില വരങ്ങൾ നേടിയാണ്. 14 വർഷം ഊണും ഉറക്കവും ഇല്ലാതെ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ദ്രിയത്തിനെ കൊല്ലാൻ പാടുള്ളൂ എന്ന് വരം മേടിച്ചിട്ടുണ്ട്. യാഗത്തിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടായാലാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ ഈ വനവാസം തുടങ്ങിയിടം മുതൽ ഈ സമയം വരെ ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ശ്രീരാമൻ്റെയും സീതയുടെയും രക്ഷ മാത്രം വിചാരിച്ചിട്ട് സീത ഉള്ളപ്പോൾ അങ്ങനെ. അത് കഴിഞ്ഞും രാമൻ ഉറങ്ങുമ്പോൾ ലക്ഷ്മണൻ ഉറങ്ങാതിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഗുഹന്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഭഗവാൻ ഉറങ്ങുകയാണ്, ഞാൻ കാവലിൽ നിന്നോളാം, ലക്ഷ്മണനും കൂടെ ഉറങ്ങിക്കോളാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മണൻ പറയുന്നില്ല, ഞാൻ ഇനി തിരിച്ചു പോകുന്നത് വരെ ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറയും. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ബ്രഹ്മചാരിയായി 14 വർഷം ഊണും ഉറക്കവും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ ജയിക്കാൻ പറ്റൂ. ഈ കാര്യം ലക്ഷ്മണനോട് പറയുകയും ലക്ഷ്മണനുമായിട്ട് ഇന്ദ്രജിത്ത് ഘോരമായ യുദ്ധം നടന്ന ഒടുവിൽ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കുകയും ചെയ്തു. ഇന്ദ്രജിത്തിന്റെ വധവും കൂടെ വന്നപ്പോഴത്തേക്ക് രാവണന് വലിയ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഇനി ഒരു രക്ഷ കുംഭകർണനാണ്. രാവണന്റെ മറ്റൊരു സഹോദരൻ, രണ്ടാമത്തെ സഹോദരനാണ് കുംഭകർണൻ. അദ്ദേഹം നല്ലൊരു ശതമാനവും ഉറക്കത്തിലാണ്.
പേര് പോലെ തന്നെ ഉറക്കത്തിലാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് 6 മാസം ഉറങ്ങും, 6 മാസം അദ്ദേഹം സ്വസ്ഥമായിട്ട് കഴിയും. ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് കഴിയും. ഭയങ്കര ഭീമാകാരമായ ശരീരമൊക്കെയാണ്. ഈ കുംഭകർണനെ കൊണ്ടുവരാനായിട്ട്, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഉറങ്ങിയിട്ട് 1 മാസം ആയിട്ടില്ല. അപ്പോൾ അയാളെ വിളിച്ചുണർത്തുക എന്നുള്ളത് വളരെ വലിയൊരു കർമ്മമാണ്. ഇങ്ങനെ ആനയെ കൊണ്ട് ചിഹ്നം വിളിപ്പിച്ചെന്നും വലിയ ഭക്ഷണങ്ങൾ നിരത്തി അതിൻ്റെ ഈ മുന്നിൽ കൊണ്ടുവച്ചിട്ട് മണമടിപ്പിച്ചും അങ്ങനെയൊക്കെ വലിയ കഷ്ടപ്പെട്ട് ഇയാളെ ഉണർത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഉണർത്തി കൊണ്ടുവന്ന് ഈ ഭക്ഷണമെല്ലാം കഴിച്ച് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് രാവണൻ വന്നു പറഞ്ഞു, നമുക്ക് വലിയ ആപത്താണ് വന്നിരിക്കുന്നത്, ഞാനിങ്ങനെ സീതയെ കൊണ്ടുവന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇന്ദ്രജിത്ത് മരിച്ചു, ഭീഷണൻ നമ്മളെ വെടിഞ്ഞ് അവരുടെ അടുത്ത് പോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുംഭകർണൻ പറഞ്ഞു, അങ്ങ് ചെയ്തത് ശരിയായില്ല, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരിക്കുകയായിരിക്കും നമ്മളുടെ വിധി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങേ വിഭീഷണനെ പോലെയല്ല, അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം യുദ്ധത്തിനൊരുങ്ങാണ്. കുംഭകർണനൊരു ശാപമുണ്ട്, ഈ ഉറക്കത്തിൽ നിന്ന് ഇയാളെ ഉണർത്തിയാൽ അദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പാകുന്നുണ്ട്. അത് കുംഭകർണൻ അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം എന്തായാലും എൻ്റെ മരണമായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രാമനോട് യുദ്ധം ചെയ്യാൻ പോവാണ്. അവിടെ വലിയ നാശം രാമൻ്റെ പക്ഷത്തിന് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം വെറുതെ നടന്നു പോയാൽ തന്നെ 100 വാനരന്മാർ ചത്തു. ഇങ്ങനെയാണ്. അങ്ങനെ വരുന്നത് കണ്ടിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ഈ കുംഭകർണനെ വധിച്ചില്ല എങ്കിൽ നമുക്ക് ഒടുവിൽ ഈ വാനര സൈന്യമൊന്നും ഉണ്ടാവില്ല. സുഗ്രീവനൊക്കെ ഏറ്റുമുട്ടാൻ പോകുന്നു, സുഗ്രീവനൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, വളരെ ദൂരെ പോയി വീഴാണെന്ന് പറയും. ഹനുമാനാണ് പിന്നെ ഒന്ന് പിടിച്ചു നിന്നിട്ടുള്ളത്. ഒടുവിൽ രാമൻ അമ്പ ചെയ്ത് കൈകൾ രണ്ടും അറുത്ത് കളഞ്ഞു. ഇങ്ങനെ കൈ വീണിട്ട് തന്നെ അവിടെ എത്രയോ പേര് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ആ മറത്തിട്ട് ഒടുവിൽ പിന്നെ ഒരു അസ്ത്രം കൊണ്ട് കുംഭകർണൻ്റെ മാറ് പിളർന്ന് കുംഭകർണൻ മരിക്കുകയാണ്.